ഇലക്ട്രൽ ബോണ്ടുകൾ കൈമാറിയ കമ്പനികളിൽ രാജ്യത്ത് നിലവാരം കുറഞ്ഞ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിച്ച 7 കമ്പനികളും നിയമ നടപടികളിൽ നിന്ന് രക്ഷ നേടാൻ കൈമാറിയത് 233 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ്. രാജ്യത്തെ 35 മരുന്ന് നിർമ്മാണ കമ്പനികൾ ബോണ്ടുകളായി കൈമാറിയത് 1000 കോടിയോളം രൂപ. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബീഫ് കയറ്റുമതി കമ്പനി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നൽകിയത് 8 കോടി രൂപയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, നിലവാരമില്ലാത്ത മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന കമ്പനികളിൽ നിന്നടക്കം വലിയ തുക കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഷമി, തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ വളരെയധികം ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. നിലവിൽ ഏറ്റവും ഒടുവിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ചില ബോണ്ടുകൾ വാങ്ങിയ കണക്കുകളാണ് പരിശോധിക്കേണ്ടത്. അവിടെ രാജ്യത്ത് വ്യാജ മരുന്നുകളും അതോടൊപ്പം തന്നെ നിലവാരം കുറഞ്ഞ മരുന്നുകളും നിർമ്മിച്ച വിതരണം ചെയ്ത 7 കമ്പനികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വാങ്ങിക്കൂട്ടിയത് 233 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ 35 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇതുവരെ വാങ്ങിയത് 1000 കോടിയോളം വരുന്ന ഇലക്ട്രൽ ബോണ്ടുകളാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹെട്രോ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന 2 കമ്പനികൾ കഴിഞ്ഞ 2022 ഏപ്രിലിൽ 39 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിച്ചിരുന്നു. ഈ കോവിഡ് കാലത്ത് ആൻറ്റി വൈറൽ മരുന്നായ റെഡംസിവിയർ വ്യാപകമായി നിർമ്മിച്ച് വിറ്റഴിച്ച ഒരു കമ്പനിയാണ് ഹെട്രോ ഗ്രൂപ്പിന് കീഴിൽ വരുന്നത്. ഇവർക്കെതിരെ വലിയ തോതിലുള്ള അന്വേഷണം അടക്കം നേരിടേണ്ടി വന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ മരുന്നിന് വേണ്ടത്ര ക്വാളിറ്റി ഇല്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർക്കെതിരെ അന്വേഷണം വന്നിരുന്നു. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ഇവർക്കെതിരെ 6 നോട്ടീസുകൾ തുടർച്ചയായി ലഭിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഒരു 10 മാസ കാലയളവിലാണ് 6 തവണ നോട്ടീസ് ലഭിച്ചത്. ഇതിന് പിന്നാലെ ഇവർ ഈ 39 കോടിയുടെ ബോണ്ടുകൾ വാങ്ങുന്നു. പിന്നീട് 2023 21 കോടിയുടെ ബോണ്ടുകൾ വാങ്ങിക്കുന്നു. അങ്ങനെ ഏകദേശം 50 കോടിയോളം രൂപയുടെ ബോണ്ടുകളാണ് ഈ ഹെട്രോ ഗ്രൂപ്പ് മാത്രം വാങ്ങിയത്. ഇതിന് പുറമെ ടൊറൻറ്റ് ഫാർമ കഴിഞ്ഞ 2019 മെയ് മാസം മുതൽ 2024 വരെ വാങ്ങിയിരിക്കുന്നത് ഏകദേശം 77.5 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ്. ഈ കമ്പനിയുടെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്ന് അത് മഹാരാഷ്ട്രയിലെ പരിശോധനയിൽ അത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ 2019 US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ഈ കമ്പനിക്ക്, അതായത് ടൊറൻറ്റ് ഫാർമയ്ക്ക് താക്കീത് നൽകുകയും കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഇവർ 7.5 കോടിയോളം വരുന്ന തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത്. ഇതിന് പിന്നാലെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയതിന് പിന്നാലെ ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള ഈ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം പോലും എങ്ങും എത്താത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതിന് പുറമെ മറ്റു കമ്പനികൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ സൈഡസ് ഹെൽത്ത് കെയർ ഏകദേശം 29 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഗ്ലെൻ മാർക്ക് എന്ന് പറയുന്ന കമ്പനി 9.75 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടാണ് വാങ്ങിയത്. സിപ്ല 39.2 കോടി, IPCA ലാബ് 13.5 കോടി, ഇൻസ്റ്റാസ് ഫാർമ 20 കോടി. ഇത്തരത്തിലാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആദ്യത്തെ 7 കമ്പനികൾ വാങ്ങിയ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കണക്കാണിത്. ഇതിന് പുറമെ ഏകദേശം 35ഓളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ 1000 കോടിയോളം രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എന്തിനാണ് ഇത്രത്തോളം വലിയ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത് എന്നതിലടക്കം വലിയ തോതിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെതിരെ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനകത്ത് എന്താണ് അഴിമതി എന്നതടക്കം പുറത്തു വരണം എന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഷമി, നന്ദി വിഷ്ണു.